പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വെള്ളിയാഴ്ച ജൂലൈ 4-ാം തീയതി പ്രത്യക്ഷ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും. ഓരോരോ പ്രാദേശികമായ വിഷയങ്ങളിൽ പ്രാദേശികമായ രീതിയിൽ അത് നമ്മൾ പരിഹരിച്ചും അനുവർത്തിച്ചും പോകും. ബൈബിൾ എന്താണ്? ഉടമ്പടി പുസ്തകമാണ്. പുറപ്പാട് 24:7-8 എടുത്തേ. അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത്, അവിടെ കണ്ട പുറപ്പാട് 24 പറയണത് എന്താണ്? ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. ബൈബിൾ എന്നല്ല പറയണത്, ഉടമ്പടി ഗ്രന്ഥം എന്ന് പറയണത്. കാര്യം ഈ ബൈബിളിൽ മൊത്തം ഉടമ്പടിയുടെ ഫോർമാറ്റിലാണ് എഴുതിയിരിക്കണത്. എന്തിനാണത്? ഈ പ്രവാചകന്മാർ വന്നതും പോയതും എല്ലാം എന്തിനാണ്? ജനങ്ങൾ ഉടമ്പടി പാലിക്കുന്നുണ്ടോ? ഉടമ്പടി പാലിക്കുന്നുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എന്തൊക്കെ വേണം? ഉടമ്പടി 3 കാര്യങ്ങൾ വേണം. എന്തൊക്കെ വേണം? ഫെയ്ത്ത്ഫുൾനെസ് വേണം, ദൈവത്തോട് വിശ്വസ്തത വേണം, പിന്നെ എന്ത് വേണം? ഒബീഡിയൻസ് വേണം, അനുസരണ വേണം. അപ്പം വിശ്വസ്തത, അനുസരണ, പിന്നെ എന്താ വേണ്ടത്? അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, ദൈവമായിട്ടുള്ള ബന്ധം. ഇത്രയും കാര്യങ്ങൾ ഉടമ്പടി കാതൽ. അപ്പോൾ ഫെയ്ത്ത്ഫുൾനെസ് വേണം, ഒബീഡിയൻസ് വേണം, റിലേഷൻഷിപ്പ് വേണം. അതായത് വിശ്വസ്തത വേണം, അനുസരണ വേണം, അതുപോലെ തന്നെ ദൈവത്തോട് ബന്ധം വേണം. അതിന് ആണ് നമ്മൾ ഉടമ്പടിയുടെ ഓരോ ഫോർമുല നമ്മൾ അത് ആക്ടിവേഷൻ പ്രിൻസിപ്പിളിൽ നമ്മൾ അവൻ പറയണ പോലെ ചെയ്യുന്നതിൽ ആ ഓരോ കാര്യങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉപ്പ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ ഉടമ്പടിയിൽ ആ ബൈബിളിലൂടെ ഉപ്പുള്ളതാ, ഉപ്പ് ഉപയോഗിക്കുന്നതാണ്. അതിന് വിശ്വാസ പ്രയോഗമെന്ന് പറയും. വിശ്വാസം തന്നെ വിശ്വാസികൾ പ്രാർത്ഥിക്കാം, വിശ്വാസം പ്രഖ്യാപിക്കാം, വിശ്വാസം പ്രയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ഇത് അതുകൊണ്ടാണ് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിക്കുക വേണം ഉടമ്പടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാരണം
വിശ്വാസത്തെ പ്രഖ്യാപിക്കണത്. ആ പ്രയോഗത്തിലൂടെ നടക്കുന്നത് പ്രഖ്യാപനമാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു വേണം നമ്മൾ അതിൻ്റെ ശാസ്ത്രീയമായ വിഷയങ്ങൾ ആത്മീയ ബൈബിൾ ശാസ്ത്രപ്രകാരം ചെയ്യാൻ വേണ്ടി. ഇപ്പം ഉദാഹരണം, ബൈബിളെല്ലാം അങ്ങനെ ഇതെല്ലാം നോട്ട് ബൈ മേട്ടിൽ നടക്കേണ്ടതാണ്. ബൈബിൾ ഉടമ്പടിയുടെ അടിസ്ഥാന സൂത്രവാക്യം, രക്ഷയുടെ സൂത്രവാക്യം എന്താ? രക്ഷ മനുഷ്യരാശി പ്രാപിക്കുന്നതിന് വേണ്ടിയാണല്ലോ ദൈവം ഉടമ്പടി കൊണ്ടുവന്നത്. അപ്പോൾ രക്ഷയുടെ അടിസ്ഥാന സൂത്രവാക്യം എന്താ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് എഫെസ്യർ 2:8 നിൻ്റെ കഴിവല്ല എൻ്റെ കൃപയെന്ന്. അപ്പം ഈ എൻ്റെ കൃപയെന്നുള്ള വിഷയം നമ്മുടെ കഴിവ് 0 മാറുമ്പോഴും അപ്രസ്തുതമാകുമ്പോഴും അത് അപര്യാപ്തം, കഴിവുകൾ അപര്യാപ്തമായി വരുമ്പോഴാണ് ശരിക്കും ഉടമ്പടി ആവശ്യമായി വരണത്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.